ശബരിമലയിൽ 50 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത് മേൽശാന്തി. ഇപ്പം 2 മേൽശാന്തി മരുന്നിലായല്ലോ. അവർ വലിയ വാചകമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ അവരും പണം കൊടുക്കുമോ? ഞങ്ങൾ പണം കൊടുക്കില്ല എന്നവർക്ക് പറയാൻ കഴിയുമോ? ഇനിയിപ്പോൾ ഈ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ചെക്ക് മേടിക്കില്ലായിരിക്കും, അല്ലെങ്കിൽ ചെക്ക് കൊടുക്കണ്ടേ? അപ്പോൾ ചെക്ക് കൊടുത്ത് മേൽശാന്തിയാവുക, ചെക്ക് കൊടുത്ത് കീഴ്ശാന്തിയാവുക, ശകലതും അടിച്ചുകൊണ്ട് പോവുക. ശർക്കരയിലെ ലേലത്തിൽ കൈയിടുക, തേങ്ങയുടെ ലേലത്തിൽ കൈയിടുക, കർപ്പൂരം, ചന്ദനം, അതുപോലെ തന്നെ സാമ്പ്രാണിത്തിരി, അവിടെ വരുന്ന എല്ലാ അവല്, പൊരി, എന്തെല്ലാം ശബരിമലയിൽ വരുമോ അതിനെല്ലാം കമ്മീഷൻ അടിക്കുന്ന, അതിനെല്ലാം കള്ളക്കണക്കെഴുതുന്ന ഒരു കൊള്ള സംഘമാണ് ശബരിമല കയറി മേഞ്ഞത് കഴിഞ്ഞ 10-25 വർഷമായി. അതിലൊരുപാട് പേര് പോയി, അവിടെ സ്പെഷ്യൽ ഓഫീസർമാർ പോയി, പലരും പോയി. ആരും ഇതൊന്നും കണ്ടുപിടിച്ചില്ലല്ലോ എൻ്റെ പൊന്നയ്യപ്പ. വളരെ സങ്കടകരമായ കാര്യമാണ്. എന്തായാലും വളരെ രസകരമാണ് ശബരിമലയിലെ കാര്യങ്ങൾ. നമ്മുടെ പോറ്റി, കൊച്ചു പോറ്റി, ഉണ്ണിപ്പോറ്റി, ഉണ്ണി നമ്പൂതിരി, ഉണ്ണിസ്വാമി മാത്രമല്ല, അദ്ദേഹം ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് വലിയ ടീമിനാണ്. അതുകൊണ്ട് സകല പേരെയും പിരിച്ചുവിടണം. അതിനകത്ത് സംവിധാനത്തെ തന്നെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ മാറ്റി നിർത്തണം. താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി അന്വേഷണം നടത്തണം. ഇത് നടക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ശബരിമല അയ്യപ്പൻ്റെ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോയത് വലിയൊരു ഗുരുതരമായ കൊള്ളയാണ്.